पिट्ठू खोला, एक एक चीज़ निकाल कर फेंकने लगा। मैं दम साधे उसकी हर गतिविधि को देखता रहा. അപ്പോൾ ഉസ്നെ അവർ ഹമാര നമ്മളുടെ പിട്ടു കോല, പിട്ടു എന്ന് വെച്ചാൽ പെട്ടിയാണ്, കോല എന്ന് വെച്ചാൽ തുറന്നു, ഏക്ക് ചീസ് ഓരോരോ സാധനങ്ങളും നിക്കാൽക്കർ അല്ലെ പുറത്തെടുത്തിട്ട് ഫേങ്കനെ ലഗ എന്ന് വെച്ചാൽ വലിച്ചെറിയാൻ തുടങ്ങി. മേ ദം സാദേ ഉസ്കി ഗതിവിധിക്കോ ദേഖ്താ രഹ. ഗം സാദേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാദ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പേടിച്ചുകൊണ്ട് ശ്വാസം അടക്കി വെച്ചിട്ട് ഉസ്കി ഗതിവിധിക്കോ ദേഖ്താ രഹ, അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കാണുമായിരുന്നു. ഡെറ്റോൾ കി ശീശി ഫർസ് പർ ദേ മാരി അല്ലെ, ഡെറ്റോളിൻ്റെ കുപ്പി എടുത്തിട്ട് നിലത്തേക്ക്, ശീശിൻ്റെ കുപ്പിയാണ്, ഫർഷ് പർ അല്ലെ നിലത്തിൽ ദേ മാരി വലിച്ചെറിഞ്ഞു. ഏക്ക് ചീസ് നിക്കാൽക്കാർ ഫേങ്ക്, ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ പെട്ടിയിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞോണ്ട് കയറുന്നു ആ ഭ്രാന്ത്. യഹാം തക്കക്ക് ചാക്കു ഭി ഫേങ്ക് ദിയ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കത്തി, അപ്പോൾ ചാക്കു എന്ന് വെച്ചാൽ കത്തിയാണ്, കത്തിയും കൂടി എന്താ വലിച്ചെറിഞ്ഞു. അന്തുമേ ദോ തീൻ കിതാബേ നിക്കാലി, അവസാനം എന്താ കിട്ടുന്നത്, ഏറ്റവും അന്തുമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തിൽ, ഏറ്റവും അവസാനം ദോ തീൻ കിതാബേ 2-3 പുസ്തകങ്ങൾ എടുത്തു, നിക്കാലി. കിതാബോ ഉസ്നെ ഖോൽക്കർ ദേഖി, ഫിർ പുസ്തകങ്ങൾ കിട്ടിയ സമയത്ത് എന്ത് ചെയ്തു, കിതാബെ ഉസ്നെ ഖോൽക്കർ ദേഖി, പുസ്തകങ്ങൾ തുറന്നു നോക്കി, ഫിർ എന്നിട്ട് ജ്യോം കി ത്യോം വാപ്പസ് രഖ്, ആ പുസ്തകങ്ങൾ മാത്രം അതേപോലെ തന്നെ, ജ്യോം കി ത്യോം എന്ന് വെച്ചാൽ എടുത്തതുപോലെ തന്നെ, നേരത്തെ എന്തുപോലെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ, വാപ്പസ് രഖ്, അതുപോലെ തന്നെ ഉള്ളിലേക്ക് വെച്ചു. ഹമാരി ഓർ മുടുക്കർ ചോട്ടു സെ ബോല, വാട്ട് ഈസ് യുവർ നെയിം, എന്നിട്ട് നമ്മളുടെ നേരെ, ഹമാരി ഓർ മുടുക്കർ എന്ന് വെച്ചാൽ നമ്മളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോട്ടു സെ പൂച്ച അല്ലേ, ചോട്ടു സെ ബോല അല്ലേ, ചോട്ടുവിനോട് ചോദിക്കുകയാണ് എന്ത്, വാട്ട് ഈസ് യുവർ നെയിം, നിൻ്റെ പേരെന്താണെന്ന് ചോട്ടുവിനോട് ചോദിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാം ഇയാൾക്ക് പുസ്തകങ്ങളൊരു വീക്ക്നെസ്സാണ് അല്ലേ, ഭ്രാന്തനാണെങ്കിലും. ചോട്ടുവിനെ സഹമത്തെ ഹുയെ കഹ മുജെ അംഗ്രേസി നെഹി ആത്തി അല്ലേ, അപ്പോൾ ചോട്ടു എന്താണ് പറയുന്നത്, എനിക്കെന്താ ഇംഗ്ലീഷൊന്നും അറിയില്ല, അംഗ്രേസി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്, അംഗ്രേസി നെഹി ആത്തി എന്ന് വെച്ചാൽ ഇംഗ്ലീഷൊന്നും അറിയില്ല. മുജ്സെ പൂച്ച, എന്നിട്ട് എന്നോട് ചോദിച്ചു, തും ക്യാ കർത്തേ ഹോ, നീ എന്താണ് ചെയ്യുന്നത്. മെനെ കഹ, ഞാൻ പറഞ്ഞു, മേ ശിക്ഷക് താ, ഞാൻ ആരായിരുന്നു, ശിക്ഷക് എന്ന് വെച്ചാൽ ടീച്ചറാണ്, ഞാനൊരു ടീച്ചറായിരുന്നു. ബച്ചോങ്കോ പഠാത്താത്ത, കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. അബ് റിട്ടയർ ഹോ ഗയാ ഹോ, ഇപ്പോൾ എന്താണ് ഞാൻ റിട്ടയർ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്, പണ്ട് ഞാനെന്തായിരുന്നു ഒരു ടീച്ചറൊക്കെ ആയിരുന്നു, കുട്ടികളെ പഠിപ്പിച്ചിരുന്നു എന്ന് ഇയാൾ പറയുകയാണ്. അപ്പോൾ മേരി ആവാസ് സ്ഥിർ തീ ലേക്കിൻ അന്തർ ഹി അന്തർ മേ ഡരാ ഹുവാ താ, മേരി ആവാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് എങ്ങനെയായിരുന്നു, സ്ഥിർത്തി സാധാരണ പോലെ തന്നെ ആയിരിക്കുന്നു, ലേക്കിൻ പക്ഷേ അന്തർ ഹി അന്തർ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ, മേ ഡരാ ഹുവാ താ ഞാൻ വളരെയധികം പേടിച്ചിരുന്നു. ഇപ്പോൾ ചുപ്രഹ, അയാൾ എന്താ ഒരു നിമിഷം മിണ്ടാതിരുന്നു, ചുപ്രഹ എന്ന് വെച്ചാൽ മിണ്ടാതിരുന്നു. മാനോ കഹി ഖോ ഗയാ ഹോ, അപ്പോൾ അയാൾ മിണ്ടാതിരിക്കുന്നത് കണ്ടാൽ തോന്നും അയാൾ എവിടെയൊക്കെ ചിന്തിച്ചിരിക്കുകയാണെന്ന് തോന്നും, എവിടെയോ പോയി എന്ന് തോന്നുന്ന തരത്തിൽ അയാൾ ചിന്തിച്ചിരിക്കുന്നത് പോലെ തോന്നി. മാനോ കുച്ച് യാദ് കർ രഹാ ഹോ, എന്തൊക്കെയോ ഓർമ്മിച്ചെടുക്കുന്നത് പോലെ, യാദ് കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മിച്ചെടുക്കുക അല്ലെ, എന്തൊക്കെയോ ഓർമ്മിച്ചിട്ട് എടുക്കുന്നത് പോലെയൊക്കെ തോന്നും അയാളുടെ ചിന്ത കണ്ടാൽ. മാനോ ഉസ്കെ ഭീതർ കുച്ച് അലോഡിത് ഹോ രഹാ ഹോ, അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ കിടന്ന് പുകയുന്നത് പോലെ തോന്നുമായിരുന്നു. കുച്ച് ക്ഷൺ തക് മുझे एक टक देखते रहने के बाद बोला, കുറച്ച് നിമിഷത്തേക്ക് എന്നെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ അടിമുടി നോക്കിയതിന് ശേഷം അയാൾ പറഞ്ഞു, അച്ഛ സോ ജാओ, എന്നാൽ പിന്നെ ഉറങ്ങിക്കോളൂ അല്ലേ, അച്ഛ എന്നാൽ പിന്നെ നല്ലത് ഉറങ്ങിക്കോളൂ എന്ന് പറയാണ്. മേ സിർ സെ ലേക്കർ പാവ് തക് ഓടിക്കർ സോ ഗയാ, അത് കേട്ടത് ഞാൻ എന്ത് ചെയ്തു, മേ സിർ സെ ലേക്കർ ഞാൻ തല മുതൽ പാവ് തക് കാല് വരെ, ഓടിക്കർ സോ ഗയാ മൂടി പൊതച്ച് ഉറങ്ങി. സോച്ച ഷായദ് അബ് വ ചലാ ജായേ, അപ്പം ഞാൻ ചിന്തിച്ചു എന്നാൽ പിന്നെ ഇപ്പോൾ അയാൾ എന്തായാലും ചിലപ്പം പോയി കാണും അല്ലേ എന്ന് ചിന്തിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. തബി ഏക്ക് വിചിത്ര ഘടന ഘടി, അപ്പോഴാണ് ഒരു വിചിത്രമായിട്ടുള്ള
സംഭവം സംഭവിച്ചത്. ഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസിഡൻറ്റ്, സംഭവം സംഭവിച്ചത്. അചാനക് ഉസ്നെ മേരെ പയർ ദബാനെ ശുരു കർ ദിയെ. അല്ലേ, അചാനക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് തന്നെ അയാൾ എന്ത് ചെയ്തു, മേരെ പയർ ദബാത്തെ, അല്ലേ, എൻ്റെ കാലിങ്ങനെ എന്താണ് തടവാൻ തുടങ്ങി, അല്ലേ, ശുരു കർ ദിയെ, തുടങ്ങി. उसके मजबूत हाथों का स्पर्श अनुभव करते ही मैं कांप सा गया. അല്ലേ, ഉസ്കെ മസ്ബൂത് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, ഹാത്തോം കാ സ്പർശ്. അപ്പോൾ ഹാത്തോം കാ സ്പർശ് എന്ന് വെച്ചാൽ കൈകളുടെ സ്പർശനം, അനുഭവ് കർത്തേഹി, അത് അനുഭവിച്ചതോടു കൂടി തന്നെ ഞാൻ എന്ത് ചെയ്തു, മേ കാം സാ ഗയ, ഞാൻ ഇങ്ങനെ പേടിച്ചു വിറയ്ക്കുകയാണ് ചെയ്തത്. അല്ലേ, അയാളിങ്ങനെ എൻ്റെ കാല് തടവാൻ തുടങ്ങിയപ്പോൾ അയാളുടെ സ്പർശനം കിട്ടിയതും എനിക്ക് ആകപ്പാടെ പേടിയായി. ഏക് ഏക് കർക്കെ ദോനോ പയർ ഖൂബ് അച്ചി തരഹ് ദബായെ. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, ഏക് ഏക് കർക്കെ, ഒന്നൊന്നായിട്ട്, പയർ ഖൂബ് അച്ചി തരഹ്, നല്ലോണം എന്ത് ചെയ്തു, എൻ്റെ കാലെന്ത് ചെയ്തു, അച്ചി തരഹ് ദബായെ, തടവിത്തന്നു. ഉസ്മേ ബഡി താക്കത്ത് തീ, അയാൾക്ക് എന്താ ഭയങ്കര ശക്തിയാണ്, അയാൾ ഭയങ്കര താക്കത്ത് എന്ന് വെച്ചാൽ ശക്തിശാലിയാണ്, താക്കത്വാൻ ആദ്മി ഹേ, അല്ലേ, ശക്തിശാലിയായിട്ടുള്ള ആളായിരുന്നു ആ ഭ്രാന്തൻ. ഫിർ ഹാത്ത് ദബായ, എന്നിട്ട് എന്ത് ചെയ്തു, കാല് മാത്രമല്ല കൈയും തടവി തന്നു. ഹാത്തോങ്കി ഏക് ഏക് ഉംഗ്ലി ദബായി, കയ്യിലെ ഓരോരോ ഉംഗ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വിരലുകളും തടവാൻ തുടങ്ങി. ഹർ ഗഡി ചിന്ത ബനി രഹി, ഓരോ മണിക്കൂറും ചിന്താഹീനം, എന്താണ് ചിന്തിച്ചിരുന്നത്, ചിന്താ ബനി രഹി, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഞാൻ, ഇയാളിങ്ങനെ കാലും കൈയൊക്കെ തടവുമ്പോൾ. കി കൈ കോയി ഉംഗ്ലി ചടുക്കാനതെ, ഏതെങ്കിലും ഒരു വിരൽ മുറിച്ചെടുക്കുമോ അല്ലെങ്കിൽ ഒടിച്ച് കളയോ എന്നൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു. ഇസ്കെ ബാദ്, ഇതിന് ശേഷം ഉസ്നെ മേരി മുട്ടി കോലി, അദ്ദേഹം എൻ്റെ മുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കൈയിൻ്റെ ഉൾഭാഗം, അല്ലേ, ഉള്ളം കൈ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ പൂട്ടി വെച്ചിട്ട് അത് തുറന്നു. ഉസ്മേ കുച്ച് രക്ക, അതിലെന്തൊക്കെയോ വെച്ച് തന്നു. മുട്ടി ബന്ദക്കി, അങ്ങനെ കൈ ഇങ്ങനെ പൂട്ടി വെച്ചു, അതിൻ്റെ ഉള്ളിൽ എന്തോ സാധനം വെച്ചിട്ട് ആ കൈ ഇങ്ങനെ പൂട്ടി വെച്ചു. ചലാഗയ, എന്നിട്ട് പോയി. ഉസ്കെ ജാത്തെ ഹി ചോട്ടു ने दरवाज़ा अंदर से बंद करके ऊपर ताला लगा दिया. ഉസ്കെ ജാത്തെ ഹി, അയാൾ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ചോട്ടു എന്താ ചെയ്യുന്നത്, ദർവാസ അന്തർ സെ ബന്ദ് കർക്കെ, ആ വാതിൽ അകത്ത് നിന്ന് പൂട്ടിയിട്ട്, ഉസ് പർ താല ലഗാ ദിയ, അതിൻ്റെ പൂട്ടങ്ങോട്ട് കുറ്റി അങ്ങോട്ട് ഇടുകയാണ്. छोटू ने दरवाज़ा अंदर से बंद करके उस पर ताला लगा दिया, അകത്ത് നിന്ന് പൂട്ടിയിട്ട് കുറ്റിയിട്ടു. हमने राहत की सांस ली, ഇപ്പോഴാണ് ശരിയായിട്ട് നമുക്ക് ശ്വാസം വിടാൻ പറ്റിയത്, അല്ലേ, ശരിക്കൊന്ന് ശ്വാസം വിടാൻ പറ്റിയത്. ഇത്ര നേരം പേടിച്ചിട്ട് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ആയിരുന്നു ഇരുന്നത്. ലേക്കിൻ നീന്ത് നഹിയായി, പക്ഷേ ഉറക്കം വന്നില്ല. മേ ജാഗ്രത പടാരഹ, അല്ല, ഞാൻ ഉണർന്നിരിക്കുകയായിരുന്നു, രാത്രി എനിക്ക് ഉറക്കം വന്നിട്ടില്ല. സോച്ച്താ രഹാ കി ഉസ്മേ ഏക് ഏക് ബദലാവ് ക്യോ കരായ, അയാൾ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് മാറിയത്, ഒരു പുസ്തകം കണ്ടതോടുകൂടി എങ്ങനെയാണ് അയാൾ ഇത്ര പെട്ടെന്ന് മാറിയത്, ഇത്ര നേരം ഓരോ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്ന അയാൾ പെട്ടെന്ന് ഇങ്ങനെ പുസ്തകം കണ്ടപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് മാറിയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇയാൾ. ഇപ്പോൾ ഉദ്ദണ്ഡ് സെ വിനമ്ര കേസെ ബൻ ഗയ, അയാൾ ദേഷ്യം മാറിയിട്ട് പിന്നെ വിനമ്ര, വളരെ ദയാലുവായിട്ട് പിന്നെ കാണപ്പെട്ടത് എങ്ങനെയാണെന്നാണ് ഇയാൾ ചിന്തിക്കുന്നത്. मुट्ठी खोलकर देखा तो उसमें 20 पैसे का सिक्का था. അങ്ങനെ നേരത്തെ കയ്യിൽ ഒരു സാധനം വെച്ച് കൊടുത്തിട്ട് കൈ പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ, അത് കൈ തുറന്നു നോക്കിയപ്പോൾ ഉസ്മേ 20 പൈസയ്ക്ക് സിക്കാത്ത, അതിൽ എത്ര പൈസയായിരുന്നു, 20 പൈസേൻ്റെ സിക്കാത്ത, സിക്ക എന്ന് വെച്ചാൽ നാണയത്തൊട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ധീരെ ധീരെ ഗുത്തി സുലജനെ ലഗി, കിതാബേങ്കോ उसने फेंका नहीं था. किताबें देखकर अनजाने ही उसके मन में यह बात आई. ധീരെ ധീരെ ഗുത്തി സുലജനെ ലഗി, ഗുത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമസ്യയാണ്, പ്രശ്നങ്ങൾ. ധീരെ ധീരെ മെല്ലെ മെല്ലെ സമസ്യകൾ, പ്രശ്നങ്ങളൊക്കെ സുലജനെ ലഗി, കെട്ടടങ്ങാൻ തുടങ്ങി. കിതാബോങ്കോ ഉസ്നെ ഫേങ്ക നഹീത, പുസ്തകങ്ങൾ അയാൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കിതാബെ ദേക്കർ അൻജാനെ ഹി ഉസ്കെ മനമേ യഹ് ബാത്തായി, പുസ്തകങ്ങളിൽ നോക്കിയപ്പോൾ
അൻജാനെ ഹി അറിയാതെ തന്നെ ഉസ്കെ മനമേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ യഹ് ബാത്ത് ആയി ഈ കാര്യം ഓടിക്കൊണ്ടിരുന്നു. എന്ത് കാര്യമാണ്? होगी कि ये शायद लिखने पढ़ने वाले आदमी है. ഇത് ചിലപ്പോൾ എന്താ നല്ല പഠിപ്പും വിവരമൊക്കെ ഉള്ള ആളായിരിക്കുമെന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഷായദ് ചിലപ്പോൾ ഗുരു ആണെന്ന് ടീച്ചറാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. उस विक्षिप्त अवस्था में भी उसके अवचेतन मन में यह संस्कार दबा पड़ा था कि गुरु का तो आदर करना चाहिए. ആ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ, വിക്ഷിപ്ത അവസ്ഥ എന്ന് വെച്ചാൽ ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിൽ പോലും ഉസ്കെ അവചേതൻ മന്മേ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ യ സംസ്കാർ ദബാപ്പെടാത്താക്കി ഈ സംസ്കാരം എന്താ ദബാപ്പെടണമെന്ന് വെച്ചാൽ പെട്ടുകിടന്നിരുന്നു. എന്തെന്നാൽ ഗുരു കാത്തോ ആദർ കർണ ചാഹിയെ, ഗുരുവിനെ എന്താ നമ്മൾ ആദരിക്കണം അല്ലേ, ബഹുമാനിക്കണം എന്നുള്ളൊരു സംസ്കാരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മൈൻഡിൽ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട പോലെ കിടന്നിരുന്നു. और यह मालूम होने पर कि मैं शिक्षक हूँ उसका व्यवहार एकाएक बदल गया. അപ്പോൾ ഞാൻ ശിക്ഷകനാണ്, ഞാൻ ടീച്ചറാണെന്ന് അറിഞ്ഞ സമയം മുതൽ അയാളുടെ വ്യവഹാരം എന്ന് വെച്ചാൽ എന്താണ്, പെരുമാറ്റം ഏക്കായിക്ക് ഒറ്റ ഒരു അടിക്ക് എന്താ മാറിപ്പോയി അല്ലെ, ബദൽ ഗയാന്ന് വെച്ചാൽ മാറിപ്പോയി. ഉസ്കി വിക്ഷിപ്ത അവസ്ഥ പർ ഉസ്കെ സംസ്കാരനെ ബഡത് പാ ലീതി അല്ലേ, ആ ഒരു അവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ സംസ്കാരം വിട്ട് കളിക്കാൻ ആരും തയ്യാറായിട്ടില്ല, ഭ്രാന്തൻ തയ്യാറായിരുന്നില്ല. शिक्षक दिवस के अवसर पर देश में अनगिनत शिक्षकों का सम्मान किया जाता है. അപ്പോൾ ശിക്ഷക ദിവസ് ടീച്ചേഴ്സ് ഡേ ഉണ്ടാവാറുണ്ടല്ലേ, നമുക്ക് ലോകമെമ്പാടും ആഘോഷിക്കുന്നതാണ് ടീച്ചേഴ്സ് ഡേ. ആ അവസരത്തിൽ ദേശമേ നമ്മുടെ രാജ്യത്തിലെ അൻകിനത്ത് ശിക്ഷകോങ്ക നമുക്ക് എണ്ണാൻ കഴിയാത്തത്ര ടീച്ചേഴ്സിന് എന്താ സമ്മാൻ കിയാ ജാത്ത ഹെ, നമ്മൾ ഓർമ്മിക്കാറുണ്ടല്ലേ, നമ്മൾ ആദരിക്കാറുമുണ്ട്, അവർക്ക് ബഹുമതികൾ കൊടുക്കാനുമുണ്ട്. मेरे शहर में मेरा भी कई बार सम्मान हो चुका है. എൻ്റെ പട്ടണത്തിലും ഈ ലെവിൻ്റെ പട്ടണത്തിലും എന്താ കൈ ബാർ ഒരുപാട് തവണ സമ്മാൻ ഹോ ചുക്ക ഹെ, ഇയാൾക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ, ആദരവും ഗിഫ്റ്റൊക്കെ കൊടുക്കുമല്ലേ ടീച്ചേഴ്സ് ഡേക്ക്. ലേക്കിൻ ഉസ് രാത് കോ ഭയ ഓർ ആതങ്ക് കെ സായ മേ ഹി സഹി. പക്ഷെ ആ രാത്രി അല്ലേ, ഉസ് രാത് ഭയ ഓർ ആതങ്ക് കെ സായ മേ ഹി സഹി. ഭയ എന്ന് വെച്ചാൽ പേടി, ആതങ്ക് എന്ന് വെച്ചാൽ തീവ്രവാദം എന്നാണ് അർത്ഥം. അതായത് ഈ ആക്രമണത്തിൻ്റെയും ആ ഭയത്തിൻ്റെയും ഒക്കെ ഇടയ്ക്ക് സായ മേ ഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നിഴലിൽ എന്താണ് ജോ സമ്മാൻ മില, എനിക്ക് കിട്ടിയ സമ്മാനം ആദരവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അപൂർവത, അതൊരു അപൂർവമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു രാത്രി എനിക്ക് കിട്ടിയ ആദരവ് ബഹുമാനം എന്ന് പറയുന്നത് എന്താണ് വളരെ അപൂർവമായിരുന്നു, വിചിത്രമായിരുന്നു. मैंने कभी नहीं सोचा था कि एक शिक्षक के रूप में मेरा सर्वश्रेष्ठ सम्मान इस प्रकार होगा. ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നില്ല അല്ലേ, കബി നഹി സോച്ചാ था कि एक शिक्षक के रूप में ഒരു ടീച്ചർ എന്ന നിലയിൽ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ മേരാ സർവശ്രേഷ്ഠ സമ്മാൻ, എൻ്റെ സർവശ്രേഷ്ഠമായിട്ട് ആദരിക്കുമെന്ന് ഈസ് പ്രകാർ ഹോക, ഇങ്ങനെ ഒരു ആദരവ് എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ ഇതുവരെ, ഒരു ഭ്രാന്തൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ ഒരു ആദരവ് ടീച്ചറായതിൻ്റെ പേരിൽ കിട്ടുമെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നില്ല. ഇസ്കെ ബാദ് മുझे കച്ചി സി നീന്ത് പഠിക്കുകയും, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ ഒരു ലൈറ്റായിട്ട് എനിക്ക് ഉറക്ക് വരാൻ തുടങ്ങി. ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ല ഈ സംഭവം കൊണ്ടൊക്കെ, അതുകൊണ്ട് തന്നെ കച്ചി സി നീന്ത് ആയി അല്ലേ, കുറച്ച് ഉറക്കം വരാൻ തുടങ്ങി. ഇതൊക്കെ കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ സബേര ഹുവ, രാവിലെയായി. അങ്ങനെ ഉറക്കം വന്നു, രാവിലെയായി, ഉറങ്ങി. ബിക്രി സമാൻ കോ ഫിർ സെ പിട്ടു മേ ജമാത്തെ ഹുവെ ചോട്ടുനെ കഹ. അങ്ങനെ ബിക്കരെ സമാൻ കോ അല്ലേ, ഇങ്ങനെ ചിതറിക്കിടക്കുന്ന, ഇന്നലെ എല്ലാം എറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇയാൾ, ഈ ഭ്രാന്തൻ. അപ്പോൾ അതൊക്കെ ഫിർ സെ പിട്ടു മേ ജമാത്തെ ഹുവെ, ആ സാധനങ്ങളൊക്കെ പിട്ടുമേ, പിട്ടു എന്ന് വെച്ചാൽ പെട്ടിയിൽ എടുത്തു വെക്കുകയാണ് അല്ലേ, പിന്നെയും പെട്ടിയിൽ തന്നെ എടുത്തു വെക്കുകയാണ്. അടക്കി വെക്കുന്ന സമയത്ത് ചോട്ടു പറയാണ്, ഉസ്നെ ഹമാരി കാനി ചോടി തക്ക് നെഹിലി. അപ്പോൾ ഉസ്നെ ഹമാരി
അയാൾ നമ്മളുടെ കാനി ചോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നയാ പൈസ പോലും ഒരു ചില്ലി കാശ് പോലും നിഹിലി എടുത്തിട്ടില്ല അല്ലേ. അയാൾ ഭ്രാന്തനാണെങ്കിലും എന്താ, അയാൾ നമ്മളുടെ ഒരു പൈസ പോലും എടുത്തിട്ടില്ല. ദർവാസ ഖോൽക്കർ ഹം ബാഹർ ആയെ അല്ലേ. നമ്മൾ എന്താ പുട്ടിയ ദർവാസ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് വന്നു. ഖോൽക്കർ ബാഹർ ആയെ. പടോസ് കെ യുവക് സെ കഹ, അപ്പുറത്തെ നെയ്ബർഹുഡിലുള്ള ആളോട് പറയാണ്, യുവാവിനോട് പറയാണ്, രാത്രിക്കോ ഏക്ക് പാഗലിനെ ഹമെ ബഹുത്ത് പരേഷാൻ കിയ. രാത്രിയിൽ പാഗൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ്രാന്തനാണ്. ഒരു ഭ്രാന്തൻ എന്ത് ചെയ്തു, നമ്മളെ ബഹുത്ത് പരേഷാൻ കിയ, നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ഡേഡ് ഘണ്ടേ തക്ക് ഹമേ ഡറാത്ത ധംകാത്ത രഹ. 1 മണിക്കൂറും 1.5 മണിക്കൂറൊക്കെ സമയത്തേക്ക് നമ്മളെ ഡറാത്ത അല്ല പേടിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ധംകാത്ത അല്ല ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഹമേ പീറ്റ് പീ സക്ത. അയാൾ നമ്മളെ എന്താ തല്ലുമായിരുന്നു അല്ലേ. വേണ്ടി വന്ന അയാൾ എന്ത് ചെയ്യും, തല്ലും ചെയ്യുമായിരുന്നു. വേ മേരെ പിതാ ഹെ, പാഗൽപൻ കാ ദൗര പഠിത്താ ഹെ, തബി ऐसी हरकतें करते हैं. അയാൾ ആരാണ്, എൻ്റെ പിതാ, മേരെ പിതാ ഹെ, എൻ്റെ ആ പുറത്ത് നിൽക്കുന്ന ആളുടെ അച്ഛനാണ് ഈ ഭ്രാന്തൻ. അപ്പോൾ പാഗൽപൻ കാ ദൗര പഠിത്താ ഹെ, അയാൾക്ക് ഭ്രാന്ത് കൂടുന്ന സമയത്ത് തബി ऐसी हरकतें करते हैं അല്ലേ, അപ്പോഴാണ് ഇയാൾ ഇതൊക്കെ ചെയ്യുന്നത്. പർ കിസിക്കോ മാർത്തേ നെഹി, പക്ഷെ എന്താ അദ്ദേഹം ആരെയും ഉപദ്രവിക്കാറില്ല അല്ലേ. മാർത്തേ നെഹി, ആരെയും അടിക്കാനൊന്നും പോകാറില്ല. വൈസെ വേ യഹാം നെഹി രഹത്തെ, പക്ഷെ അച്ഛൻ എന്താ ഇവിടെയല്ല താമസിക്കുന്നത്. യഹാം നെഹി രഹത്തെ. മണ്ഡി ദ്വീപ് മേ മേരെ ബായും കെ സാത്ത് രഹത്തെ ഹെ. എവിടെയാണ് താമസിക്കുന്നത്, മണ്ഡി ദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് അല്ലേ, എൻ്റെ സഹോദരങ്ങളുടെ കൂടെയാണ് അച്ഛൻ താമസിക്കുന്നത്. കൽ രാത് കോ ഹി ആയേ ഹെ, ഇന്നലെ രാത്രിയാണ് അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഹമാരി മദത് കെ ലിയെ തും ആയേ ക്യോ നഹി, എന്നിട്ട് നീ എന്താ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരാനിരുന്നത് അല്ലേ. മദത് എന്ന് വെച്ചാൽ സഹായമാണ് അല്ലേ. ഹമാരി മദത് കെ ലിയെ തും ആയേ ക്യോ നഹി, എന്തുകൊണ്ടാണ് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നീ വരാനിരുന്നത്. മേ ഖേത്ത് പർ സോയാത്ത, ഞാൻ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. മേ ഖേത്ത് പർ അല്ലേ, വയലിൽ സോയാത്ത ഉറങ്ങുകയായിരുന്നു. സോയാബീൻ കട്ട് രഹാ ഹെ അല്ലേ, സോയാബീൻ വിളവെടുക്കേണ്ട സമയമാണല്ലോ. അബി ആയാഹും, ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ ഞാൻ അല്ലേ. ഇന്നലെ രാത്രി മുഴുവൻ പാടത്തിലായിരുന്നു ഉറങ്ങിയിരുന്നത്. ആപ്കെ യഹാം സെ ആനെ കെ ബാദ് വേ ചബൂത്തരെ ചലകെ, അപ്പോൾ നിങ്ങൾ വന്നതിന് ശേഷം അദ്ദേഹം എവിടേക്ക് പോയി, ചബൂത്തരയിലേക്ക് പോയി അല്ലേ. ചബൂത്തരെ ചലകെ. അബി വഹി ഹെ, അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഹമാര രാസ്ത ചബൂത്തരെ സെ ഹോക്കർ ജാത്താത്ത, നമ്മുടെ വഴി എന്ന് പറയുന്നത് ആ ചബൂത്തരയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഹം വഹാം സെ നിക്കലെ തോ വഹാം ഖടാ മില, നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് എന്തായിരുന്നു, അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. തബി നീച്ചെ ഉത്താർക്കർ കുട്ടനോ ഉസ്കി ഓർ ധ്യാൻ നഹി ദിയ, പക്ഷെ നമ്മൾ അവരെ ശ്രദ്ധിച്ചില്ല. തബി നീച്ചെ ഉത്താർക്കർ കുട്ടനോ ബൽ ഉഠാക്കർ ചുക്കർ ഉസ്നെ മേരി പാവ് ചുയെ, അപ്പോഴാണ് നമ്മൾ താഴെ ഇറങ്ങിയിട്ട് എന്താ കാല് തൊട്ടത്. ഗുരുദേവനാണ് ബഹുത്ത് ശർമിന്ദാഹു, എന്തായിരുന്നു വളരെ ലജ്ജയോട് കൂടിയാണ് എൻ്റെ കാല് തൊട്ടത്. ക്യാ കർത്താ ദൗര ജോ പടാത്ത ഉസ്കെ ചെഹരെ പർ പച്താവാത്ത ആങ്കോ മേ ആസു, പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണിലെന്തായിരുന്നു, കണ്ണുനീരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു പശ്ചാത്താപം, ഇന്നലെ ചെയ്തതിനൊക്കെ ഒരു പശ്ചാത്താപമായിട്ട് എന്താ വളരെ കരഞ്ഞുകൊണ്ടായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. मैंने कहा भाई तुम नहीं जानते कि तुमने गुरुओं का कितना मान बढ़ाया है, നിങ്ങൾക്കറിയില്ല നിങ്ങൾ എത്രത്തോളം എന്താ ഒരു ഗുരുവിൻ്റെ മാൻ ബഡായ ഹെ, എന്താണ് ആദരവ് നിങ്ങൾ കാണിച്ചതെന്ന് നിങ്ങൾക്കറിയില്ല. കിസി ഏക്ക് ഗുരു കാ നഹി, ഏതെങ്കിലും ഒരു ഗുരുവിനെ മാത്രമല്ല നിങ്ങൾ ബഹുമാനിച്ചിരിക്കുന്നത്, ആദരവ് നിങ്ങൾ കൂട്ടിയത് തമാം ഗുരുവും കാ, എന്താണ് എല്ലാ ഗുരുക്കന്മാരെയും അല്ലേ,
വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണമാണ് നിങ്ങൾ ഇന്നലെ ചെയ്തത്. ഇസ്കെ സാത്ത് ഹി ഹം ആകെ ബഡ് ലിയെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോയി. ഓർ ഹാ വ സിക്ക ആജ് ഭി മേരെ പാസ് ഹെ. അന്ന് അയാൾ തന്നിട്ടുള്ള ആ സിക്ക എന്ന് വെച്ചാൽ ആ നാണയം ഇന്നും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അല്ലേ.